ഈ അവസരങ്ങൾ ഇപ്പൊ ചോദിച്ചു പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പൊ നാദർശക്കൊക്കെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. നാദർശൊക്കെ വലിയ സംവിധായകനാണ്. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ദിലീപേട്ടനായിക്കോട്ടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഒരു ഞാൻ അവസരമൊക്കെ ഇതേമാതിരി എന്തായാലും ഇവരൊക്കെ അറിയുന്നുണ്ടാവും. അറിയാം നാദൃഷിക്കാനെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും ആവട്ടെ നല്ലൊരു ക്യാരക്ടർ പറ്റിയെന്നൊക്കെ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിക്കാറുണ്ട് നാദൃഷിക്കാനെ. പിന്നെ അത് സമയമായിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സിനിമകൾ ഇനിയിപ്പോ ഒരു പടം കൂടി റിലീസ് ആവാണ്ട്, അത് ഈ മാസം തന്നെ. പിന്നാലെ എന്ന് പറഞ്ഞൊരു പടം തന്നെ ഷൈൻ ടോം ചാക്കോ നായകനായ സിനിമയിൽ ഒരു പോലീസ് അനീഷ് എന്ന ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പടം അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്നു. 1-2 അപ്പൊ ഇപ്പൊ ഇങ്ങനെ അഭിനയവും സ്റ്റേജ് ഷോ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ വേറെ ജോലി പരിപാടികൾ എന്തെങ്കിലും പൂർണ്ണമായിട്ടും ഇത് മാത്രമേ ഉള്ളൂ. സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്, കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മിമിക്രി എന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഹൈലൈറ്റ്സ് ആണ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ? ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ലാൽ സാറില്, സിദ്ദിഖ് ലാലിലെ ലാൽ സാറിന്റെ അദ്ദേഹത്തിന്റെ പാട്ട് പാടാറുണ്ട്. അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് പാടാം. വെട്ടത്തിൽ കുഴക്കെടുക്കണ്ടേ ഷുഗറായി കേൾക്കുന്നുമുണ്ട് തപ്പല്ലപ്പെരുക്കടക്കൂടെ സാറങ്ങി പാടുന്നു കണ്ട് ബലബല മുഴക്കട സതിര് തെച്ച് പാട്ടില ഭയങ്കര രാവ് താളവിളുക്കട നേരക്കാറ്റ് സ്വർണ്ണക്കനവുകൾ പെയ്യണ രാവ്. ഇവനാണ് ചക്രവർത്തി ഇവനാണ് നടൻ. സാധാരണ ലാൽസാറിനൊക്കെ ചിലവർ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഓവറായി പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഒന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ക്ലാരിറ്റി ഇല്ലാതാണ് ആൾക്കാർ കുറവ് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പാട്ട് പാടുമ്പോൾ പുള്ളി അങ്ങനെ ഒരു അല്ല, പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴും ഈ ഒരു പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ചിലത് ലാൽസാറിന്റെ ഇന്റർവ്യൂ ലാൽസാറിന്റെ മിമിക്രി ചെയ്യുന്ന പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന കേൾക്കാറുണ്ട്. ഇത് ലാൽസാറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ സിദ്ദിഖ് സാറിന്റെ മുമ്പിൽ ഇത് വെച്ച് പാടിയിട്ടുണ്ട്. ഷോയില് സിനിമ എന്ന് പറഞ്ഞത് സിദ്ദിഖ് സാറിനായിരുന്നു, മണിയമ്മ ഉണ്ടായിരുന്നു, നല്ല രസം. എല്ലാരും വന്നിട്ടുണ്ട്. ചേട്ടനുണ്ടായിരുന്നു, ധർമ്മജൻ ചേട്ടനുണ്ടായിരുന്നു. ഇവരിങ്ങനെ 4 പേര് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ലാൽ സാറിന്റെ വോയിസ് ഒക്കെ ചെയ്താണ് പാടിയിട്ടുണ്ട്. ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? ഇവിടെ ചാലക്കുടിക്ക് അടുത്ത്, അങ്കമാലിക്ക് അടുത്തായിട്ട് മാമ്പ്ര എന്ന് പറയും സ്ഥലത്തിന്റെ അവിടെയാണ് താമസിക്കുന്നത്. സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്തായാലും സന്തോഷം. എന്നെ ഈ ഒരു എളിയ കലാകാരനെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടി കൂടെ ചേർത്തതിലും, പ്രത്യേകിച്ച് ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കൂട്ടുകാരനായി ടോണി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, ഈ എളിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകം എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഡയറക്ടർ സാബു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ എന്നെ പരിചയപ്പെടുത്തിയ മനോജ് അങ്കമാലി, മേക്കപ്പ് മാൻ മനോജാണ് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ചേട്ടൻ ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി. ഇനിയും കലാജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ആ കുടുംബത്തിലെ 3ാമത്തെ ആളാണ് തോന്നുന്നു അല്ലേ? മണിച്ചേട്ടൻ, രാമകൃഷ്ണൻ ചേട്ടൻ. ഇപ്പൊ 3ാമത്തെ. അടിപൊളിയോടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.